നമസ്കാരം. ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ എന്നുള്ള നമ്മുടെ ചാപ്റ്ററിന് ശേഷം നമ്മുടെ അടുത്ത ചാപ്റ്റർ സ്ക്വയർ റൂട്ട് എന്നുള്ള ചാപ്റ്ററാണ്. അതിനെപ്പറ്റിയാണ്. അത് ചെറിയൊരു ടോപ്പിക്കാണ്. പെട്ടെന്ന് പഠിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. എന്താണ് സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എന്താണ്, സ്ക്വയർ കാണുന്നത് എങ്ങനെയാണ്, സ്ക്വയർ റൂട്ട് കാണുന്നത് എങ്ങനെയാണ്, ക്യൂബ് കാണുന്നത് എങ്ങനെയാണ്, ക്യൂബ് റൂട്ട് കാണുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുക. സ്ക്വയർ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ സ്ക്വയർ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5, 5 ഇൻറ്റു 5 25. അപ്പോൾ 5ൻ്റെ സ്ക്വയർ 25ആണ്. 10ൻ്റെ സ്ക്വയർ 10 ഇൻറ്റു 10 100ആണ്. അപ്പോൾ ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ആദ്യത്തേതിൻ്റെ സ്ക്വയർ. Square is the product of a number by the same number, അല്ലെങ്കിൽ by itself. Then what is the meaning of square root? Square root is the opposite of square. സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് ആണ് സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് മീൻസ് ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ ആ സംഖ്യ കിട്ടാൻ ഏത് രണ്ട് തുല്യ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാലാണോ ആ സംഖ്യ കിട്ടുക, ആ സംഖ്യയാണ് അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. അതായത് 9ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 9 കിട്ടണമെങ്കിൽ ഏത് രണ്ട് തുല്യ സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാലാണോ 9 കിട്ടുക? 3 ഇൻറ്റു 3. 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9 കിട്ടും. 3 9. അപ്പോൾ 9ൻ്റെ സ്ക്വയർ റൂട്ട് 3ആണ്. 3ൻ്റെ സ്ക്വയർ 9 ആണ്. അതാണ് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഓരോന്നും അത് മറ്റേതിൻ്റെ വിപരീതമാണ്. സ്ക്വയറിൻ്റെ വിപരീതമാണ് സ്ക്വയർ റൂട്ട്, സ്ക്വയർ റൂട്ടിൻ്റെ വിപരീതമാണ് സ്ക്വയർ. അപ്പോൾ 16ൻ്റെ സ്ക്വയർ റൂട്ട് 4 ഇൻറ്റു 4 16. അപ്പോൾ 4 16ൻ്റെ സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 16 ഇസ് ഈക്വൽ ടു 4. അപ്പോൾ എല്ലാ സംഖ്യകളെയും നമുക്ക് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട്, ഇപ്പം 2 ഇൻറ്റു 2 4 എന്ന് പറയുമ്പോൾ 4ൻ്റെ സ്ക്വയർ റൂട്ട് 2. അപ്പോൾ 4ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് എളുപ്പത്തിൽ കാണാൻ 2ആണ്. 9ൻ്റേത് 3ആണ്. 16ൻ്റേത് 4ആണ്. 25ൻ്റെ സ്ക്വയർ റൂട്ട് 5ആണ്. അപ്പോൾ ഇത്തരം സംഖ്യകളെയാണ് പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്ന് പറയുക. അതായത് രണ്ട് പൂർണ്ണസംഖ്യകളുടെ ഗുണനഫലമായിട്ട്, രണ്ട് തുല്യ പൂർണ്ണസംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാവുന്ന സംഖ്യകളെയാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ തുല്യസംഖ്യകൾ ഏതാണോ അതാണ് ആദ്യത്തേതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. അതായത് 1ൻ്റെ സ്ക്വയർ റൂട്ട് 1, 4ൻ്റെ സ്ക്വയർ റൂട്ട് 2, 9ൻ്റെ സ്ക്വയർ റൂട്ട് 3, 16ൻ്റെ സ്ക്വയർ റൂട്ട് 4, 25ൻ്റെ സ്ക്വയർ റൂട്ട് 5, 36ൻ്റെ സ്ക്വയർ റൂട്ട് 6 36. അപ്പോൾ 6ആണ് സ്ക്വയർ റൂട്ട് 36ൻ്റെ. 49ൻ്റെ സ്ക്വയർ റൂട്ട് 7, 7 49. 8ൻ്റെ സ്ക്വയറാണ് 64. 64ൻ്റെ സ്ക്വയർ റൂട്ട് 8. അടുത്ത് 9. 9ൻ്റെ സ്ക്വയർ 81. അപ്പോൾ 81ൻ്റെ സ്ക്വയർ റൂട്ട് 9 ആണ്. അപ്പോൾ 100ൻ്റെ സ്ക്വയർ റൂട്ട് 10 ആണ്. അപ്പോൾ ഇത്തരം സംഖ്യകളെയാണ് ഈ 1 4 9 16 25 36 49 64 81 100 അങ്ങനെയുള്ള സംഖ്യകളെയാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് പോകും. ഏത് പൂർണ്ണസംഖ്യകളെ അതുകൊണ്ട് തന്നെ ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് അതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത്തരം സംഖ്യകളെ പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്ന് പറയുന്നു. പെർഫെക്റ്റ് സ്ക്വയറുകൾ അല്ലാത്ത സംഖ്യകളുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ നമ്മളതിന് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നു. അതുപോലെ പെർഫെക്റ്റ് സ്ക്വയറുകളാണെങ്കിൽ ഫാക്ടറൈസേഷൻ മെത്തേഡുകൾ ഉപയോഗിക്കുന്നു. അതായത് സ്ക്വയർ റൂട്ട് കാണാൻ 2 മെത്തേഡുകളാണ്, ഫാക്ടറൈസേഷൻ മെത്തേഡും ഡിവിഷൻ മെത്തേഡും, ലോങ് ഡിവിഷൻ മെത്തേഡും. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഒരു സംഖ്യയെ ഘടകങ്ങളാക്കുക. ഇപ്പോൾ 16 എന്നുള്ളൊരു സംഖ്യ കിട്ടിയാൽ നമ്മളതിനെ ഘടകങ്ങളാക്കുക. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. 4 പ്രാവശ്യം 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 16 കിട്ടും. 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 2 16. അപ്പോൾ അതിനെ ഗ്രൂപ്പുകളാക്കുക. ആദ്യത്തെ 2 എണ്ണം, പിന്നത്തെ 2 എണ്ണം, അങ്ങനെ 2 ഗ്രൂപ്പുകളാക്കുക. ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഓരോ സംഖ്യ എടുക്കുക. അപ്പോൾ 2 ഇൻറ്റു 2 4. അപ്പോൾ 16ൻ്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം അവസാനം.
അതുപോലെ പിന്നെ ഏത് വലിയ സംഖ്യകളെയും 2 കൊണ്ട് ഹരിക്കാവുന്നതാണെങ്കിൽ അതിനെ 2 കൊണ്ട് ഹരിക്കുക, അപ്പോൾ ഹരിച്ചെഴുതുക. അപ്പോൾ അതിൻ്റെ ഘടകങ്ങൾ, ഫാക്ടറുകൾ കിട്ടും. ഘടകങ്ങൾ, വലിയ സംഖ്യയെ ഘടകങ്ങളാക്കുക. അതിൽ നിന്ന് ഒരേ സംഖ്യകളുടെ ജോഡികളാക്കുക. ആ ജോഡിയിൽ നിന്ന് ഓരോന്നെടുത്ത് ആ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ആദ്യത്തേതിൻ്റെ സ്ക്വയർ റൂട്ട് കിട്ടും. പക്ഷേ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത സംഖ്യകൾക്ക് അങ്ങനെ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ലോഗരിതം മെത്തേഡുണ്ട്, അല്ലെങ്കിൽ വീണ്ടും കാൽക്കുലേറ്റർ ഉപയോഗിച്ചും കണ്ടുപിടിക്കാം. അപ്പോൾ സാധാരണ നമ്മൾ മാനുവലായിട്ട് ചെയ്യുമ്പോൾ ലോങ് ഡിവിഷൻ മെത്തേഡാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ലോഗരിതം മെത്തേഡാണ്. ലോഗരിതം മെത്തേഡ് എങ്ങനെയാണെന്ന് നമ്മൾ ലോഗരിതത്തിൻ്റെ ചാപ്റ്ററിൽ പഠിക്കാം. ഈ ചാപ്റ്ററിൽ ലോങ് ഡിവിഷൻ മെത്തേഡ് എങ്ങനെയാണ്, ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് റൂട്ട് കാണുന്നതെന്ന് നമ്മൾ പഠിക്കും. അതോടൊപ്പം ഈ ചാപ്റ്ററിൽ മറ്റ് ഒരു ടോപ്പിക്കുള്ളത് ക്യൂബും ക്യൂബ് റൂട്ടും. ഒരു സംഖ്യയെ 3 പ്രാവശ്യം ഗുണിക്കുമ്പോൾ കിട്ടുന്നതാണ് ആ സംഖ്യയുടെ ക്യൂബ്. 2 × 2 × 2. 2ൻ്റെ ക്യൂബ് എന്ന് പറയുന്നത് 2 × 2 4, 4 × 2 8. അപ്പോൾ 2 ക്യൂബ് = 8. 3 ക്യൂബോ? 3 9, 9 3, 9 × 3 9 27. അപ്പോൾ 3ൻ്റെ 3 ക്യൂബ് = 27. അപ്പോൾ അങ്ങനെ നമ്മൾ 5ൻ്റെ ക്യൂബ്, 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ 5 × 5 25, 25 × 5 125. അപ്പോൾ 5 ക്യൂബ് = 125. അപ്പോൾ അങ്ങനെയാണ് ഒരു സംഖ്യയെ 3 പ്രാവശ്യം ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് അതിൻ്റെ ക്യൂബ്. അതിൻ്റെ നേരെ വിപരീതമാണ് ക്യൂബ് റൂട്ട്. ഒരു സംഖ്യയെ ഏത് 3 തുല്യ സംഖ്യകൾ കൊണ്ട് ഗുണിക്കാവോ ആ സംഖ്യയാണ് ആദ്യത്തേതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. 125ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 125 = 5. 27ൻ്റെ ക്യൂബ് റൂട്ട് എത്രയാണ്? 27 = 3 × 3 × 3. So cube root of 27 = 3. അപ്പം പിന്നെ സ്ക്വയർ റൂട്ടും എങ്ങനെയാണോ ഓപ്പോസിറ്റ് ആകുന്നത്, അതുപോലെ ക്യൂബ് റൂട്ടും ക്യൂബും ഓരോന്നും പരസ്പരം അതിൻ്റെ ഓപ്പോസിറ്റാണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ, ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുമ്പോൾ കിട്ടുന്ന സംഖ്യ സ്ക്വയർ. ആ സംഖ്യയെ ഒരു സംഖ്യ കിട്ടണമെങ്കിൽ ഏത് 2 തുല്യ സംഖ്യകൾ കൊണ്ട് ഗുണിക്കണോ അതാണ് അതിൻ്റെ സ്ക്വയർ റൂട്ട്. അതുപോലെ തന്നെ ക്യൂബ് എന്ന് പറയുന്നത് ഒരു സംഖ്യ 3 പ്രാവശ്യം ആ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുമ്പോഴാണ് ക്യൂബ് കിട്ടുന്നത്. അപ്പോൾ ഒരു സംഖ്യയെ ഏത് തുല്യമായ 3 സംഖ്യകൾ കൊണ്ട് ഗുണിച്ചാലാണോ ആ സംഖ്യ കിട്ടുന്നത് അതാണ് അതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുന്നത്. അപ്പം സ്ക്വയർ റൂട്ടും ക്യൂബ് റൂട്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാകും. 2 × 2 4, 2ൻ്റെ സ്ക്വയർ 4, 4ൻ്റെ സ്ക്വയർ റൂട്ട് 2. 27, 3ൻ്റെ ക്യൂബ് 3 × 3 × 3 27. ക്യൂബ് റൂട്ട് ഓഫ് 27 3 = 3. സ്ക്വയർ ഓഫ് 5 = 5 × 5 25. Square root of 25 = 5. Cube of 5 = 5 × 5 × 5 125. Cube root of 125 = 5. Cube root of 125 = 5. ഇതാണ് ഈ ചാപ്റ്ററിൽ ഇത്രയാണ് പഠിക്കുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഓരോ ക്രിയകളും എങ്ങനെയാണ് ഫ്രാക്ഷൻ മെത്തേഡിലും ഡിവിഷൻ മെത്തേഡിലും എങ്ങനെയാണ് റൂട്ട് കാണുന്നതെന്നും കൂടെയാണ്, കണ്ടുപിടിക്കുന്ന ക്രിയകൾ എങ്ങനെയാണ് എന്നും കൂടെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അത് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതാണ്. ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എങ്ങനെയാണ് റൂട്ട് കാണുന്നതെന്ന് നോക്കാം. പിന്നെ ഇൻ ദിസ് മെത്തേഡ് വി ക്യാൻ ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ബൈ ദി concept of any composite number can be written as the product of prime factors and grouping them in pairs. ഒരു സംഖ്യയെ നമ്മൾ പ്രൈം നമ്പറുകളാക്കി ഘടകങ്ങളാക്കുക, അതിനെ 2 എണ്ണം വീതമുള്ള ഗ്രൂപ്പുകളാക്കുക. ആ ഓരോ ജോഡിയിൽ നിന്ന് ഓരോ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് കിട്ടും. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 16
റൂട്ട് 16 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. 4 പ്രാവശ്യം 2 കൊണ്ട് ഗുണിക്കുകയാണ് 16. അപ്പോൾ റൂട്ട് 16 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. അപ്പോൾ അതിൽ നിന്ന് ഒരു ജോഡിയിൽ നിന്ന് ഓരോന്നെടുത്തു. ഇതിൽ നിന്ന് ഒരെണ്ണം 2, ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് 2. 2 ഇൻറ്റു 2 4. റൂട്ട് 16 ഈസ് ഈക്വൽ ടു 4. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 3136. ഇതിനെ നമ്മൾ ഘടകങ്ങളാക്കുക. ഇവിടെ നോക്കുക ഹരിച്ചിരിക്കുന്നത്. ഈ 6 ലാസ്റ്റ് വരുന്നതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 2 കൊണ്ട് ഹരിച്ച് 1536, വീണ്ടും 2 കൊണ്ട് ഹരിച്ചു, വീണ്ടും 2 കൊണ്ട് ഹരിച്ചു, വീണ്ടും 2 കൊണ്ട് ഹരിച്ചു, വീണ്ടും 2 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ലാസ്റ്റ് 49 വന്നു. 49 കാനോട്ട് ബി ഡിവൈഡഡ് ബൈ 2. അപ്പോൾ അതിലെ ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ പിന്നെ 7 ആണ്. 7 49 7 കൊണ്ട് ഹരിച്ചു 7. അപ്പം ബാക്കി 7 ഇൻറ്റു 7. 49 7 കൊണ്ട് ഹരിച്ചു, അപ്പോൾ 7 കിട്ടി. 7നെ വീണ്ടും 7 കൊണ്ട് ഹരിച്ചു 1 കിട്ടി. അപ്പോൾ ഈ സംഖ്യകളെല്ലാം നമ്മളെടുത്ത് ഗുണനമായിട്ട് എടുത്ത് നിരത്തി എഴുതുക. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 7 ഇൻറ്റു 7. ഇതിൽ നിന്ന് ഒരു 2 എടുത്തു, ഇതിൽ നിന്ന് ഒരു 2 എടുത്തു, ഇതിൽ നിന്ന് ഒരു 2 എടുത്തു, ഈ 7ൻ്റെ പേരിൽ നിന്ന് ഒരു 7 എടുത്തു. ഇതെല്ലാം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 56 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 3136 ഈക്വൽ ടു 56.